കുറേ നാളുകൾക്ക് ശേഷം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ആൾ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നിട്ട് എല്ലാവരും എന്നോട് പേഴ്സണലി ചോദിക്കും എന്താ ഇപ്പോൾ വീഡിയോസൊന്നും കാണാറില്ലല്ലോ എന്ന്. പക്ഷെ അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്ത കേട്ടോ. മാക്സിമം ഞാനിപ്പം വേറെ ജോലിക്ക് കിട്ടി അന്നേരം രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കന്നേരം അപ്പം ശനിയാഴ്ച ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം മാത്രം നമുക്ക് വിശ്രമം കിട്ടുന്നുള്ളൂ. അപ്പം അന്നേരം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യാനും പറ്റാത്ത വല്ലപ്പോഴൊക്കെ ആയിട്ട് ഒതുക്കുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം ഞാനും ഇപ്പോൾ ഫാമിലി ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകട്ടോ. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളിപ്പോൾ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് കുടുംബസമേതം മറ്റൊരു യാത്ര പോകണ്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഭാര്യ ലക്ഷ്മി ഉണ്ട്, പിന്നെ അവളുടെ 2-3 കസിൻസും അവരുടെ ഹസ്ബൻഡോട് കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി കപ്പിൾസ് ചേർന്ന ട്രിപ്പ് പോകുന്നത്. ട്രിപ്പ് എന്ന് വെച്ചാൽ വേറെ കൊണ്ടല്ല, നമ്മളെ വീട്ടിൽ നിന്ന് മൂന്നാറിനടുത്ത് കുഞ്ഞിത്തണ്ണി എന്നൊരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇന്ദ്രജ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അവിടുത്തെ കുറേ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം ഇന്ദ്രജ റിസോർട്ടിനകത്ത് ഒരു അഡ്വഞ്ചറസ് പാർക്ക് ഉണ്ട്. ഈ അഡ്വഞ്ചറസ് പാർക്കിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു, ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ അറിഞ്ഞു. അപ്പം അത് നേരിട്ടൊന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നേരം ഇവളുടെ വേറൊരു കസിൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് അവരുടെ കൂടെ ഞങ്ങൾ നേരെ പോകുന്നു. പിന്നെ വേറെ കട്ടപ്പനയിൽ നിന്ന് വേറെ കസിൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേലച്ചുകൂടെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒരുമിച്ച് അങ്ങ് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അവളുടെ കസിന് വേണ്ടി തൊഴിലിപ്പോൾ വേറെ കസിൻ വരും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അന്നേരം അവരുടെ കൂടെ പോയിട്ട് മറ്റുള്ളവരുടെ കൂടി പോയിട്ട് ഞങ്ങൾ നേരെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെയോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അവളുടെ കസിൻസൊക്കെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കസിൻസിന് ലക്ഷ്മിയെ പോലെ തന്നെ വീടിക്ക് മുന്നിൽ പറയാൻ ചമ്മലുള്ളതുകൊണ്ട് അവർ ഫ്രെയിമിൽപ്പെടുത്തുന്നില്ല. ലക്ഷ്മിയെ പോലെ നല്ല ചമ്മലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ അതേ ഫ്രണ്ടിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ബാക്കിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം പോയിക്കൊണ്ടിരിക്കട്ടെ. ഇനിയിപ്പം ചേലച്ചൂടിന് വേറെ അടുത്ത ആൾക്കാർ ജോയിൻ ചെയ്യും. അപ്പം ഞങ്ങളിപ്പം യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 11 മണി. നേരെ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ,
ഞങ്ങളിപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് വെള്ളത്തൂവിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരു ടീമും കൂടെ ഉണ്ട്. പക്ഷേ അവർക്ക് എന്താ വഴിയിലിടയ്ക്ക് എന്തോ ലാഗ് ഒന്നുണ്ട്, വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പം അന്നേരം ഡയറക്റ്റ് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയത് വെള്ളത്തൂവിൽ പോയിട്ട് ഇവിടെ വെള്ളച്ചാട്ടം കുറച്ച് നേരം കണ്ടിട്ട് അവരും കൂടി വന്നിട്ട് പിന്നെ ഒന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നവരെ ഞാനിപ്പോൾ ജസ്റ്റ് പുറത്ത് നിൽക്കുവാണ്. അവർ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ലക്ഷ്മിയും അവളുടെ കസിൻസൊക്കെ ഇപ്പോൾ അകത്തുണ്ട്. ബാക്കി മറ്റൊരു കസിൻ ഇപ്പം ഉടൻ തന്നെ വരും. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നമ്മളിപ്പം അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് കൂടെ നിന്ന് വേറെ കസിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കസിൻ്റെ വണ്ടിക്ക് നൈസായിട്ട് പണി കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പം ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഇനി ആനച്ചാലിൽ പോയിട്ട് അവിടെ നിന്ന് വണ്ടി ഇപ്പോൾ ഏകദേശം ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ആനച്ചാലിൽ പോയിട്ട് അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു സാധനം ഒരു ഓയിൽ എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി മേടിച്ചിട്ട് അവിടെ വേറെ റെസ്റ്റോറൻറ്റ് കുഞ്ചിത്തണ്ണി ഭാഗത്തേക്ക് റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ആനച്ചാലിൽ പോയിട്ട് വണ്ടിയുടെ ആ ഓയിലും വാങ്ങിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ചിട്ട് തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്നു ചേച്ചി. ഇപ്പം ആനച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഇപ്പോഴത്തെ ആനച്ചാലിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളതിനെ നേരെ ഇങ്ങോട്ട് പോകുള്ളൂ, റിസോർട്ടിലേക്ക് കൊടുക്കും. ഉച്ചയ്ക്ക് ഇത് ആനച്ചാലിൽ അപ്പോൾ ആർക്കും ക്യാമറയ്ക്കകത്ത് ഫ്രെയിമിൽ വരാൻ പറ്റില്ല, മടിയാണ് എല്ലാവർക്കും. ഞാൻ മാത്രമേ ഉണ്ടാവും. അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് വണ്ടിയുടെ ഓരോ വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് റിസോർട്ടിലേക്ക് കിട്ടും. ഓക്കെ, സമയം ഇപ്പം ഉച്ചയ്ക്ക് 3 മണി കേട്ടോ. ഞങ്ങളിപ്പോൾ ആനച്ചാലിൽ നിന്ന് നല്ല മാന്യമായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴത്തെ ഇറങ്ങി റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ വേണമെന്ന് കേട്ടോ. ഞങ്ങൾ ആ ഇന്ദ്രജിത്ത് റിസോർട്ടിൽ ഞങ്ങൾ റൂം എടുത്തതിൻ്റെ പ്രൈസിൻ്റെ പാക്കേജ് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പം 3 കപ്പിൾസാണ് പോകുന്നത്. അപ്പോൾ അന്നേരം ഒരു കപ്പിളിന് അവർ 5000 രൂപ വെച്ചിട്ടാണ് ഒരു രാത്രിക്ക് അവർ റേറ്റ് പറഞ്ഞത്. ഒരു കപ്പിളിന് 5000 രൂപ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ 3 കപ്പിള്. പിന്നെ അവർ അതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇന്ദ്രജിത്ത് റിസോർട്ടിനകത്ത് അഡ്വഞ്ചർ പാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പാക്കേജ് അവർ പറഞ്ഞു. അഡ്വഞ്ചർ പാർക്കിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 1000 രൂപയാണ് റേറ്റ് വരുന്നത്, ഒരാൾക്ക് 1000 രൂപ. അപ്പോൾ അന്നേരം മറ്റേ ഡിസംബർ ജനുവരി സമയത്ത് അതുകൊണ്ട് അവർ ഡിസ്കൗണ്ടിൽ ഒരാൾക്ക് 300 എന്ന് പറഞ്ഞിട്ട് റേറ്റാണ് കൊടുക്കുന്നത്, ഡിസ്കൗണ്ട്. അപ്പോൾ ഞങ്ങൾ അന്നേരം ആ സമയത്ത് ഞങ്ങളിപ്പോൾ പോകുന്ന ഫെബ്രുവരി 1-ാം തീയതിയാണ് പോകുന്നത്. അപ്പോൾ അന്നേരം ഞങ്ങൾ നേരത്തെ തന്നെ ഈ 300 രൂപയ്ക്ക് കമ്മിറ്റ് ചെയ്തുകൊണ്ട് അവർ ഞങ്ങൾക്ക് 300 രൂപയ്ക്കാണ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് 300 രൂപ. അപ്പോൾ അന്നേരം ഒരു കപ്പിളിൽ വരുമ്പോൾ വെച്ചും റൂമ് പ്ലസ് റിസോർട്ടും അഡ്വഞ്ചർ പാർക്കിന് കൂടെ വരുമ്പോഴത്തേക്കും 5600 ഒരു കപ്പിളിൻ്റെ റേറ്റ് വരുന്നത്. എന്നുവെച്ചാൽ ഒരാൾക്ക് 300 വെച്ചിട്ട്. പക്ഷേ അത് അല്ലാത്ത സീസൺ അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് 1000 രൂപ വെച്ച് തന്നെ വരും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പാക്കേജ്. ഞാൻ അത് ആദ്യം പറയാനായിട്ട് മറന്നുപോയി. ഓക്കെ, അങ്ങനെ ഫൈനലി ഞങ്ങൾ റിസോർട്ടിലെത്തിട്ടോ. വണ്ടി പാർക്കിങ്ങിൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്യേണ്ടി പോകട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തോ സ്വീകരണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അകത്തേക്ക് കയറിയത് റിസോർട്ടിലെത്തി. ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നടന്ന് കയറി പോയി തുടങ്ങിയത്. ഞങ്ങളുടെ പോവാണ്. ബാഗ് ഒടിച്ചു. തൊട്ട ചന്ദനമായി ചെറുവഴി ഇറങ്ങിപ്പോണ്ടിരുന്നു. ബുക്കിംഗ് അരുൺ അതെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകണം. എന്താ ഡേറ്റ് ഒന്ന് മാറ്റിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ പഴയ ഡേറ്റിൻ്റെ ഉണ്ട്, ഡേറ്റ് ഒന്ന് മാറ്റിയായിരുന്നു. അതെ 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 കൺഫർമേഷൻ മെയിലല്ലേ വേണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, ഓക്കെ. അവരുടെ പേര് പറഞ്ഞെടുത്തപ്പോൾ അത്ര മതി അവർക്ക്. ചോദിച്ചില്ല, അതൊന്നും ചോദിച്ചില്ല. അവർ ഇരുന്നോളാൻ പറഞ്ഞു. അവർ ഓക്കെയാണ്, കൺഫർമേഷൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കണമായിരിക്കും. നമ്മൾ താഴത്തുനിന്ന് ജീപ്പിൽ കയറിയത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. അത് ഒരു സിംഗിളായിട്ടുള്ളൊരു റൂമ്. പിന്നെ ഇതൊരു ബിൽഡിങ്ങാണ്, അതിനകത്ത് 2 ബെഡ്റൂം കിട്ടും. അത് ഹോള്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ബാഗൊക്കെ അവിടെ വെച്ചു. കുറച്ചൊരു ഹൈറ്റിലേക്ക് കയറിയിട്ടാണ് സ്ഥലം വരുന്നത് കേട്ടോ.
അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പേയ്മെൻറ്റൊക്കെ നടത്തി. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കയറിയിരിക്കുന്നു. ജീപ്പ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു. പിന്നെ ഇപ്പോൾ അവർ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയേണ്ടതെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ അവരിപ്പോൾ നമുക്കത് കേൾക്കാം എല്ലാം കയറി കണ്ടിട്ട്. അപ്പോൾ നല്ല അടിപൊളി ബെഡ്റൂമാണല്ലോ. ഇവിടെ താഴെ ഭാഗത്തൊക്കെ പറഞ്ഞാൽ വേറെ താമസിക്കാനുള്ള കോട്ടേഴ്സ് ആട്ടോ. പിന്നെ ബാക്കിലുള്ള ദൂരെ കുറേ മലനിരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അവിടുത്തെ നമ്മളിവിടെ കൊണ്ടാക്കിയ സ്റ്റാഫ് പറഞ്ഞു വെച്ചാൽ ഈ കെട്ടിടമുണ്ടല്ലോ, ഈ കെട്ടിടത്തിൻ്റെ ടോപ്പിൽ കയറി തെഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഏരിയ മുഴുവൻ നമുക്ക് മൂന്നാറിൻ്റെ ഏരിയ കുറേ ഭാഗങ്ങൾ കാണാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം, ഇത് അടുത്ത ബെഡ്റൂം. നല്ല വ്യത്യാസം, നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ അത്. ടോയ്ലറ്റാണെങ്കിലും അടിപൊളി. ഈശ്വര, ഒരു രക്ഷയില്ല. അല്ല അകരത്ത് കൂടട്ടെ. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ടൈമിങ് ബ്രേക്ക്ഫാസ്റ്റ് 8 to 10 ആണ് സർ. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് മോർണിംഗ് ബൊഫേ ആണുള്ളത്, 8 to 10 ആണ്. പിന്നെ നമുക്ക് ലഞ്ച് ടൈമിങ് 12:30 to 3 വരെ ഉണ്ട്. പിന്നെ നമുക്ക് ടീ സ്നാക്സ് ടൈമിങ് 3:30 to 6 വരെ ഉണ്ട്. പിന്നെ നമുക്ക് ഡിന്നർ സ്റ്റാർട്ട് ആവുന്നത് 7:30-ക്കാണ്, 10 വരെ ഉണ്ട്. ബട്ട് ലാസ്റ്റ് ഓർഡർ നമുക്ക് 9:30-ക്കാണ്. നമുക്ക് ഫുഡ് മെനു സ്കാനർ ഇവിടെ തന്നെ അവൈലബിൾ ആണ് സർ. നമുക്ക് സ്കാനർ സ്കാൻ ചെയ്ത് സാധനം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഡിന്നറിന് റൂം സർവീസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈമിങ് 8 to 6 വരെയാണ് സർ ഉള്ളത്. പിന്നെ നമുക്ക് രാത്രി പൂൾ സൈഡിൽ തന്നെ 9 to 10 കോമൺ 1 hour ക്യാമ്പ് ഫയർ ഉണ്ടാവും വിത്ത് ലൈവ് മ്യൂസിക്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമുക്കാണെങ്കിൽ മോർണിംഗ് 7:30-ക്ക് നമ്മുടെ ടോപ്പ് ഓഫ് ദ പ്രോപ്പർട്ടിയിലേക്ക് മോർണിംഗ് വാക്ക് ഉണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് അറിയിച്ചാൽ മതി, നമ്മൾ ഗൈഡ് ചെയ്ത് തരുന്നുണ്ടാവും. പിന്നെയാണ് നമ്മൾ റൂമിലെ വാട്ടർ ബോട്ടിൽ, കിറ്റിൽ ടീ ബാഗ് എല്ലാം വെച്ചിട്ടുണ്ട്. ടവൽസ് ബെഡിലുണ്ട്. ടോയ്ലറ്ററീസ് ഒക്കെ വാഷ്റൂമിൻ്റെ അകത്തുണ്ട്. ഈ ഐറ്റംസ് റീഫിൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ സാർ ഒന്ന് റിസപ്ഷനിൽ ഇൻഫോം ചെയ്താൽ മതി. റിസപ്ഷൻ നമ്പർ 200 ആണ്, മൊബൈൽ നമ്പറും ഉണ്ട്. അതേപോലെ റെസ്റ്റോറൻറ്റിൻ്റെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ഇൻ സ്റ്റാർട്ട് ആകുന്ന 2 മണി തൊട്ടും ചെക്കൗട്ട് 11 മണിക്കുമാണ് സാർ. പിന്നെ നമ്മുടെ വൈഫൈ സിഗ്നൽ നെയിം സദേൺ പനോരമ ഇന്ത്യ എന്നാണ്. പാസ്വേഡ് ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിസപ്ഷനിൽ കോൺടാക്ട് ചെയ്താൽ. ഡൈനിങ് ടൈമിൽ മാത്രമായിരിക്കും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്? നമുക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ് സർ. നമുക്ക് മോർണിംഗ് 8 to ഈവനിങ് 10 വരെ ഓപ്പൺ ആണ്. ബട്ട് ഈ ടൈമിലാണ് നമുക്ക് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കാണെങ്കിൽ ഇൻഡോർ ഗെയിമിങ്സ് ഏരിയ ഉണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അവിടുത്തെ ടൈമിങ് മോർണിംഗ് 7 to ഈവനിങ് 10 വരെ ഉണ്ട്. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടേബിൾ ടെന്നീസ്, ക്യാരംസ്, ചെസ്സ്, ലൂഡോ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചിപ്സ് പാക്കറ്റ്സ് 2 വെച്ചിട്ടുണ്ട് എല്ലാ റൂമിലും. അതുമാത്രം ചാർജബിൾ ആണ് വരുന്നത്. പിന്നെ ഞാൻ വാഷ്റൂമിലെ ഹോട്ട് വാട്ടറും കൂടി ഒന്ന് കാണിച്ചു തരാം സർ. അപ്പോൾ ഇവിടുത്തെ കുറേ ആക്ടിവിറ്റീസിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഒരു പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പം ഇവിടെ അഡ്വഞ്ചർസ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന അഡ്വഞ്ചർസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 450 മീറ്റർ ആയിട്ടാണ്. അപ്പോൾ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെയാണ് അവിടെ ടൈമുള്ളത്. രാവിലെ ഒരു 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ 2 മണിക്കൂറാണ് മാക്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. അവർ ഓരോരോ കേവ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമൊക്കെ 2 മണിക്കൂറാണ് മൊത്തത്തിൽ ടൈമുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പം നാളെ രാവിലെ നമ്മൾ രാവിലെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വണ്ടി അറേഞ്ച് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് പോകാം. അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാം. പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് പോയി കഴിഞ്ഞാൽ 600 രൂപയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ റൂം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് 300 രൂപയ്ക്ക് ഒരു കിട്ടുന്നതാണ് പറഞ്ഞത്. ഇവിടുത്തെ സ്റ്റേ അടക്കം 300 രൂപയ്ക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞവർ. അല്ല പുറത്തുനിന്ന് ഇവിടെ താമസിക്കേണ്ട തന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്ക് 600 രൂപ റേറ്റ് വരുന്നു. അപ്പോൾ അവർ ഇവിടെ തന്നെ ടിക്കറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. എന്നിട്ട് അവർ നമ്മളവിടെ അവരോട് കൊണ്ടുപോയില്ലല്ലോ, പാസ് അറേഞ്ച് ചെയ്ത് തരില്ലുള്ളൂ. അവർ പാസ് അറേഞ്ച് ചെയ്ത് തരും. അപ്പം നമുക്കതൊന്ന് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തന്നെ നാളെ രാവിലെ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ട് 11 മണിക്ക് ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പാസ് മേടിച്ചിട്ട് പോയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ റൂമൊക്കെ ശരിക്കും കാണാൻ പറ്റും നോക്കട്ടെ. കണ്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി കേട്ടോ, സൂപ്പറാണ്. നമ്മളിപ്പോൾ ആ കോണി കയറിയിട്ട് സൈഡിൽ കൂടെയുള്ള കോണി കയറിയത് ഇതിൻ്റെ ടോപ്പിലെത്തിക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അത്യാവശ്യം.
അതൊക്കെ മൂന്നാറിൻ്റെ കുറേ ടൗണൊക്കെ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ നോക്കി ഞാൻ മൂന്നാർ കുറേ ഭാഗമൊക്കെ കാണാമെന്ന് പറഞ്ഞു. അത് നല്ല റൂമാണല്ലേ. ഇപ്പം കണ്ട് മനസ്സിലാക്കിയെടുത്ത ഇവിടെ നല്ല നല്ല ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ ഇൻഡോർ കുറേ ഗെയിംസ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇവർ പറഞ്ഞ പോലെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. റൂമിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഏകദേശം ഇവിടുന്ന് തൊട്ടടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ടോപ്പിൽ കയറി നോക്കിയാൽ മൂന്നാറിൻ്റെ സിറ്റിയൊക്കെ കാണാൻ പറ്റും. കുറേ മലനിരകളൊക്കെ കാണാൻ പറ്റും. സൂപ്പർ സ്ഥലം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പോരാ കേട്ടോ. നിങ്ങൾക്ക് അന്നേരം വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ അന്നേരം പ്രത്യേകിച്ചും വേണ്ട, കോൺടാക്ട് നമ്പർ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ടാൽ മതി. അപ്പോൾ അന്നേരം അവർ നമുക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തോളും. അപ്പോൾ എനിക്ക് 5000 രൂപയാണ് ഒരു നൈറ്റിലേക്ക് ഞങ്ങൾക്ക് ഒരു കപ്പിളിനായത്. പിന്നെ 300 രൂപ ഇന്ദ്രജ റിസോർട്ട് എൻ്റെ നമ്മുടെ അഡ്വഞ്ചേഴ്സ് പാർക്കിന് 300 രൂപയും ഒരാൾക്ക്. അതിപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാധനം രാത്രി തീ കൂട്ടണ സാധനമായിരിക്കും. ഒരു വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ബെഡ്റൂം. AC റൂമാണ്. AC ഇപ്പം നല്ല ലോണാക്കി വെച്ചേക്കണം. ഇവിടെ ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, കുഷ്യൻ പോലത്തെ. പിന്നെ എല്ലാ പരിപാടികളുണ്ട്. പിന്നെ ചായ കാപ്പി കുടിക്കുന്ന സെപ്പറേറ്റ്, സ്നാക്സ് കഴിക്കേണ്ട സെപ്പറേറ്റ് സംഭവം, കെറ്റിലൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് അലമാരി. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. നല്ല അടിപൊളിയായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ടോയ്ലറ്റ്. അവിടെ നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് കുളിക്കാനായിട്ടുള്ള എല്ലാം ഷാമ്പു എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ഷവറാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഷവറാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആംബിയൻസ്. വൈകുന്നേരം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചായ ഒക്കെ കുടിച്ചു, സ്നാക്സ് ഒക്കെ കഴിച്ചു. ഇപ്പോൾ കുറച്ച് ഇവിടെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിട്ട് ഇവിടെ കോമ്പറ്റീഷന് കുറേ ആക്ടിവിറ്റീസ് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാവുന്നിടത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നടത്തത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കുവാണ്. കാശിയുടെ എന്തൊക്കെ ഇവിടെ കാണാനുള്ളത് നോക്കട്ടെ. അല്ല, എന്നിട്ട് ജസ്റ്റ് കുത്തിയിട്ട് അവിടുത്തെ അടിക്കാൻ തന്നെ ഇവിടെ ഒന്ന് കുത്തിയിട്ട് ഇവിടെ എങ്ങനെ സംഭവം എന്തൊക്കെ എന്റെ അമ്മേ
നിങ്ങൾ വരുന്നുണ്ടോ ക്യാരംസ് കളിക്കാൻ? ഇതിലടിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ലേ? എന്തൊരു കറക്റ്റ് ഉണ്ട്. അവിടെ ഒരു 3 മണിക്കുള്ളിൽ അങ്ങനെ സ്വന്തമായിട്ട് ആദ്യമായിട്ട് പോയിന്. നിങ്ങൾ സ്വന്തമായിട്ട് ഓർമ്മ പോലെ ഇട്ടില്ലല്ലോ. അതല്ല ഞാൻ പ്രോത്സാഹനം കൊടുത്തേ. നിങ്ങൾക്ക് ബ്ലാക്ക് ഇട്ട് എന്നെ കൊണ്ട് ഇത്രയും അടി അത് തിരിച്ചു വെച്ചാൽ ഒന്നോട്ട് അടിക്കാവോ എനിക്കപ്പം? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കളിക്കും. ഇച്ചിരി പവർ കുറഞ്ഞടിച്ചായിരുന്നെങ്കിൽ വീണേനല്ലേ? ഇപ്പോൾ ഗെയിമൊക്കെ കളിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കയറി. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആയിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് മുറിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിട്ടിരിക്കുന്നു. കേക്കൊക്കെ ഞങ്ങൾ റിസോർട്ടിലെ ആൾക്കാരെ കൊണ്ട് വരുത്തിച്ചു. കേക്ക് മുറിക്കാൻ തുടങ്ങി കേട്ടോ. മറ്റേ അകത്തെ കേക്ക് വരാൻ ക്ഷമയോട് കാത്തിരിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ കൈയടിച്ചേ. ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞേ. രാത്രിയിൽ ഇപ്പോൾ ഞങ്ങളിപ്പം ആഘോഷം ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ രാത്രി ഡിന്നർ അവർ റൂമിൽ കൊണ്ടുതരാമെന്ന്, റൂം സർവീസ് റൂമിൽ കൊണ്ടുതരാമെന്ന് ഡിന്നർ മാത്രമായിട്ട്. അപ്പോൾ ഞങ്ങൾ അവരിപ്പം ബെഡ്റൂമിൽ അവരൊരു QR കോഡ് വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറ്റി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ലൊക്കെ എന്നെ തന്നെ കാണിക്കും. അത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അവരുടെ വാട്സപ്പ് നമ്പറിലേക്കായിട്ട് ഓർഡർ വെക്കോളും. എന്നിട്ട് അവരിവിടെ വണ്ടിയിൽ അവർ എത്തിക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് ഐറ്റമൊക്കെ രാത്രിയിലേക്കുള്ള ഫുഡ് ഐറ്റമൊക്കെ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിപ്പോൾ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ പോകട്ടോ. ഓക്കെ, എല്ലാം വരുന്നത് എല്ലാം കൂടെ മിക്സ് ഗ്രേവി. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് രാത്രി ഡിന്നറൊക്കെ കഴിച്ചു. നല്ല ഗംഭീരമായ ഡിന്നറൊക്കെ ആയിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ കഴിച്ചു. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് റിസോർട്ടുകാർ വിളിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ അവസ്ഥയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിച്ച് ഇതാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർ അപ്പോൾ തന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഇവരപ്പം തന്നെ ഇതാക്കി തരും. അതുപോലെ രാത്രി ഡിന്നറും നമുക്ക് വൈകുന്നേരം ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ QR കോഡ് വെച്ചിട്ടുണ്ടാകും. ആ QR കോഡ് വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ എത്തിച്ച് തരുകയും ചെയ്യും നമ്മൾ റൂമിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിക്കൊന്നും വേണ്ട. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ച് അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ താഴെ അവരെ റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ കഴിക്കും കേട്ടോ. ഇനിയിപ്പം കയറി കിടക്കാൻ പോവാണ്. കിടന്ന് കഴിഞ്ഞാൽ നാളെ രാവിലെ 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു വാക്കിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ട്രക്കിങ്ങിൻ്റെ വാക്കിംഗ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ 7:30 റിസപ്ഷൻ എത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 11:30 ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അഡ്വഞ്ചേഴ്സ് പാർക്കിൽ പോകും. അവിടെ കുറേ കുറേ പരിപാടികളൊക്കെ ഒന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി
അത്തരം കാഴ്ചകളായിട്ട് നാളെ വരാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.